പോവാം. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. അയ്യോ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. എനിക്ക് അറിയായിരുന്നു നീ ഞങ്ങളെ എന്തായാലും രക്ഷിക്കൂ. ടിം ടിം വന്നില്ലായിരുന്നെങ്കിൽ എന്താ നടക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. താങ്ക്സ് ടിം ടിം. താങ്ക് യു ടിം ടിം. ഇനി ഒരിക്കലും പുറലോകം കാണാൻ പറ്റില്ലെന്നാ ഞാൻ വിചാരിച്ചത്. ആ വലിയ ചലഞ്ച് വരുന്നുണ്ടാവും. നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. ഇല്ല വീർ, ഇല്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. രക്ഷപ്പെട്ടു നീ എങ്ങോട്ട് പോകാനാണ്? എന്റെ ഇരകളെ ഞാൻ ഒരിക്കലും വെറുതെ വിടാറില്ല. ഞാൻ ഇപ്പൊ ഇതിനെ കാലുമടക്കി തൊഴിക്കാം. രക്ഷിക്കേ, നിന്റെ കൂടെ നടന്ന് നടന്ന് എന്റെ വിചാരം ഞാനൊരു റോബോട്ടാണെന്നാ. രക്ഷിക്കേ. എനിക്ക് തോന്നുന്നേ ഇതുവഴി പുറത്തേക്ക് പോകാൻ കഴിയില്ല. പ്രജകളെ സംരക്ഷിക്കുന്നവനാണ് യഥാർത്ഥ രാജാവ്. അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ രാജസിംഹാസനത്തിൽ ഇരിക്കാൻ അങ്ങേക്ക് യാതൊരു യോഗ്യതയുമില്ല. ഇല്ല, ഒരു യോഗ്യതയുമില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഈ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ എന്റെ ഈ സ്ഥാനം ഒഴിയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കൂ. നമ്മുടെ സേനാപതി വളരെ ധൈര്യശാലിയാണ്. അതുകൊണ്ട് അങ്ങേക്ക് പകരം രാജാവാകാനുള്ള യോഗ്യത ഇവിടെ അദ്ദേഹത്തിനാണ് ഉള്ളത്. എനിക്കത് സമ്മതമാണ്. സേനാപതി ദംദം, നിങ്ങൾ ധൈര്യശാലിയായ ഒരു സേനാപതിയാണ്. ഈ രാജസിംഹാസനത്തിന് യഥാർത്ഥ അവകാശി നിങ്ങളാണ്. ഇന്നു മുതൽ നിങ്ങളാണ് ഇവിടുത്തെ രാജാവ്. മാത്രമല്ല, എന്റെ ഈ രാജകിരീടവും ഞാൻ... മഹാരാജാവേ, ഇതൊക്കെ ആ സേനാപതിയുടെ തന്ത്രമാണ്. ആ ചിലന്തിയെ ഈ സേനാപതി തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നേ. അവരെ സുഹൃത്തുക്കളാണ്. ഈ സേനാപതി നിങ്ങളുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് സ്വയം രാജാവാൻ ആഗ്രഹിക്കുക. ഇത് നുണയാണ്. ഭടന്മാരെ, ഈ ചെറുക്കനെ പിടിച്ച് കെട്ടിയിടൂ. വീർ പറയുന്നത് സത്യമാണ്. ഞാൻ എന്റെ ഈ സ്വന്തം കണ്ണുകൊണ്ട് ഈ സേനാപതിയെയും ആ കറുത്ത ചലന്തിയെയും ഒന്നിച്ച് കണ്ടതാണ്. ഇംലി ചൊൽപ്പോൾ താഴേക്ക് കുനിഞ്ഞു. ലേസർ സ്ക്രീൻ ഓൺ. ലേസർ സ്ക്രീൻ ഓൺ. എന്റെ ലേസർ സ്ക്രീനിന് മിസൈലിന് തടയാനാവില്ല. വേറെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഫുൾ സ്പീഡ് ഓൺ. ഫുൾ സ്പീഡ് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. ഇത്തവണ നീ രക്ഷപ്പെട്ടു. പക്ഷെ എപ്പോഴും എപ്പോഴും ഭാഗ്യം നിന്നെ തുണച്ചെന്ന് വരില്ല. മുത്തശ്ശ, എനിക്ക് ആ ഉത്സവത്തിൽ പോയിട്ട് ജെയിൻ വീലിൽ കയറണം. ഇംലി മോളെ, ഉത്സവം അടുത്ത ഞായറാഴ്ചയാണ് തുടങ്ങാൻ പോകുന്നത്. അതുവരെ മോള് കാത്തിരുന്നേ പറ്റൂ. പിന്നൊരു കാര്യം, ആ ഉത്സവത്തിന്റെ മാനേജർ എന്റെ ഒരു പരിചയക്കാരനാണ്. വേണമെങ്കിൽ ഞാൻ അയാളോടൊന്ന് ഫോണിൽ സംസാരിക്കാം. ഓക്കെ? ഓക്കേ,
താങ്ക് യു മുത്തശ്ശ. വീർ വരൂ, നമുക്ക് ജെയിൻ വീലിൽ കയറാൻ പോവാ. നിങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട, പക്ഷെ ഞാൻ ഈ ക്യാരറ്റ് കഴിച്ചോട്ടെ. ഇമിലി മോളെ, ആദ്യം വയറ് നിറച്ച് ഭക്ഷണം കഴിക്ക്, എന്നിട്ട് വേണമെങ്കിൽ ജെയിന്റ് വീലിൽ കേറാൻ പൊയ്ക്കോ കേട്ടാ. കണ്ടില്ലേ, അമ്മൂമ്മ പറഞ്ഞത് കറക്റ്റായ കാര്യമാ. ഇതാണ് എന്റെ യഥാർത്ഥ സുഹൃത്ത്. ഫ്രണ്ട്സ്, പ്ലീസ് കം ആൻഡ് ടേക്ക് ഫ്രീ ഗ്യാസ് സിലിണ്ടർ. ഈ ഫ്രീ ഗ്യാസ് സിലിണ്ടർ, ഇതിലെ ഒരു സിലിണ്ടർ കുറഞ്ഞത് 5 മാസമെങ്കിലും ഓടും. ഇത് ഞങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ പ്രൊമോഷൻ ഓഫർ ആണ്. 5 മാസമോ? അതേന്നെ, 5 മാസം. ഇനി അഥവാ 5 മാസം ഓടിയില്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഫ്രീ. എത്ര നേരമായിട്ട് പൊക്ക വരുവാ. ചിണ്ടു, വേഗം വെള്ളം ഒഴിക്ക്. അക്കടം പക്കടം മാലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ഏതവനാടാ എന്നെ ഇപ്പൊ വെള്ളം ഒഴിച്ച് ഉണർത്തിയത്? ഓ, അറ്റൻഡൻസ് അങ്കിൾ. അറ്റൻഡൻസ് അങ്കിളോ? ഈ അങ്കിള് വർഷത്തിലൊരിക്കൽ ഭൂമിയിലെ എല്ലാ ജിന്നുകളുടെയും അറ്റൻഡൻസ് എടുക്കും. എല്ലാവരും അവരവരുടെ ഉടമസ്ഥന്റെ കൂടെ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാ. ചെണ്ടു, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത്? ഞാൻ രജിസ്റ്ററിൽ നിനക്ക് ആബ്സെന്റ് ഇടാൻ പോവുകയാണ്. സോറി അങ്കിൾ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല. ഫെദർ 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 ഓഫ് ഓൾ വെദർ. അറ്റൻഡൻസ് രജിസ്റ്റർ കയ്യിൽ വരട്ടെ, ജിൻഡുവിന്റെ പേരതിൽ തെളിയട്ടെ. അങ്കിളിന് എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ. നീ പിന്നെ വെള്ളം ഒഴിച്ചോ? നിനക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ചിണ്ടോ. നീ മര്യാദയ്ക്ക് എന്റെ കൂടെ വാ, നിന്നെ നല്ലൊരു പാഠം പഠിപ്പിക്കാം ഞാൻ. വീർ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നേക്കാം. ഇന്ന് അറ്റൻഡൻസ് അങ്കിള് ചിണ്ടുവിനെ വെറുതെ വിടാൻ പോകുന്നില്ല. വീർ, വരൂ, നമുക്ക് പുറത്തു പോയി കളിക്കാം. ചുൾബുൾ, ഇത് കളിക്കാനുള്ള സമയമല്ല, സ്കൂളിൽ പോണ്ട സമയാ. വരൂ, നമുക്ക് പോകാം. ഭയങ്കരായിട്ട് വിശക്കുന്നു. വീർ, എനിക്ക് കുറച്ച് ക്യാരറ്റ് തരുവോ? അപ്പൂപ്പൻ മാർക്കറ്റിൽ പോയിരിക്കുക, നിനക്ക് വേണ്ടി ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ടാവും. ഒരു പക്ഷെ നമ്മുടെ കയ്യിലും ആ മാജിക്കൽ ഫെദർ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ ഒരു മന്ത്രം പറഞ്ഞാൽ മതിയായിരുന്നു. വീർ, ആ മന്ത്രം എന്തുവായിരുന്നു? പ്ലീസ്, ആ മന്ത്രം ഒന്ന് പറഞ്ഞു തരൂന്ന്. ഞാൻ ചിണ്ടുവിനോട് ആ മാജിക്കൽ ഫെദർ വാങ്ങിക്കോളാം. എന്നിട്ട് വിശക്കുമ്പോ ഒക്കെ ഞാൻ ആ മന്ത്രം പറഞ്ഞ് ക്യാരറ്റ് കഴിക്കും. ചുൾബുൾ, നീ വെറുതെ ആവശ്യമില്ലാതെ വാശി പിടിക്കുന്നുണ്ട്. എന്നാ പിന്നെ ദാ കേട്ടോ, നിനക്ക് വേണ്ടി ഞാൻ ആ മന്ത്രം പറഞ്ഞു തരാം. ഫെദർ 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 ഓഫ് ഓൾ വെദർ. വേഗം ക്യാരറ്റ് ഇങ്ങോട്ട് വരട്ടെ, ചുൾബുളിന് അതെല്ലാം തിന്നാൻ കിട്ടട്ടെ. വേർ, നിന്റെ ആ ലേസർ ബീമുകൾക്ക് എന്റെ കാറിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പൂപ്പൻ തന്ന ലേസർ കട്ടർ ഉപയോഗിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ ഈ കാറിനെ തോൽപ്പിക്കാൻ കഴിയില്ല. സൂക്ഷിച്ച്. ലേസർ കട്ടർ ഓൺ. ലേസർ കട്ടർ ഓൺ. എനർജി ഫുള്ള് തീർന്നു പോയി. ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് എനർജി വേണം. എന്റെ
ഇത് നിന്റെ അവസാനമാണ്. തനിക്ക് തന്റെ വീറിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ വന്ന് രക്ഷിക്കണോ പ്രേം സഹായ്. Wing suit on. ഇല്ല ഇല്ല, ഇതെങ്ങനെ സംഭവിച്ചു? വീർ, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ വീണ്ടും വരും. വീർ.